ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്, ഞങ്ങൾ തറവാടാണ് കേട്ടോ. എൻ്റെ മാമാൻ്റെ വീടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാനൊരു ഗൂഡല്ലൂർ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങോട്ട്. പിന്നെ അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെയാണ്. അപ്പോൾ വീടല്ല, വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പരിസരങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മാമ ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കണ്ടോ. ഇത് തെങ്ങിൻ ചെടി നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഗ്യാസ്. എന്തോ ഇനി മോമാൻ്റെ പൂത്തോട്ടങ്ങളാണ്. മോമാൻ്റെ ഗാർഡൻ, മാങ്ങമുച്ചി. ഗൈസ് നോക്കൂ ഗൈസ്, ഫ്രണ്ടിലൊരു മാങ്ങ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ഇവിടെ 1 എണ്ണം ഉണ്ടായിരുന്നു, വെട്ടിയിരിക്കണു. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇതാ ചെടികൾ. ഗൈസ് നിറയെ ചെടികളുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ കുട്ടികളൊന്നുമില്ല. മാമാൻ്റെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ അവരുടെ വീട്ടിലാണ്. പിന്നെ മോനുണ്ടായിരുന്നു, അവൻ ഗൾഫിൽ പോയി. അപ്പം അമ്മായി മാത്രമേ ഉള്ളൂ. മാമ ചാവക്കാടാണ്, അവിടെയാണ് മാമക്ക് കട. ഇതാ ഗൈസ്, റംബൂട്ടാൻ മരമാണ്. റംബൂട്ടാനൊന്നും ഉണ്ടായിട്ടില്ല. വലിയൊരു മരം ഉമ്മർത്തുണ്ടായിട്ടുണ്ട് കേട്ടോ. കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചെന്തോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വലിയൊരു മരമാണ്. ഗൈസ് ഇതോ മീൻ വളർത്തുന്ന തൊട്ടി. മാമാൻ്റെ മകൻ്റെ വിരുന്നാണ്. പക്ഷെ അവൻ ഇപ്പോൾ ഇല്ല ഇവിടെ, അവൻ ദുബായിലാണ്. ഇപ്പം അമ്മായിയാണ് ഇതൊക്കെ നോക്കുന്നത്. മീനൊക്കെ നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ. അപ്പം അവൻ പോയാലും ഇപ്പം ഒന്നും അങ്ങനെ ഇല്ല. മുകളിൽ കുറച്ച് എന്തൊക്കെയോ കായ്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുകളിൽ പോയിട്ടില്ല, മുകളിൽ പോയി കാണിച്ചു തരുന്നുണ്ട്. മുകളിൽ പോയിട്ട് എന്താ ഉണ്ടാക്കിയേക്കണമെന്ന് നോക്കട്ടെ. പച്ചക്കറികൾ എന്തൊക്കെയോ മാമ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കി തരാം. ഇത് മുളക്, എന്തോ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഉണ്ടാവണല്ലോ മാങ്ങ. അപ്പോൾ ഗൈസ് മുകളിൽ പോയിട്ട് ചെടികൾ കാണിച്ചു തരാതെ. ഗൈസ് പോട്ടെ. ഇതാ ഒരു മീൻ വളർത്തുന്ന തൊട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഗൾഫിൽ പോയത് കാരണം മീനൊന്നുമില്ല. ഇതാ ഇതിൽ മീൻ എന്താണെന്നൊക്കെ അറിയില്ല. മുളക് പാകി വെച്ചിരിക്കുന്നു കേട്ടോ മാമ. ഇപ്പോൾ ഗൈസ് നമ്മൾ മുകളിലെത്തി. ഇതോ ഗൈസ് ചീരയൊക്കെ കേടൊന്നും തുടങ്ങിയപ്പോൾ ടെറസിൻ്റെ മേലല്ല, അതുകൊണ്ട് അമ്മായിയാണ് കേട്ടോ അതിൻ്റെ പരിപാലനമൊക്കെ. 2 നേരം വെള്ളമൊഴിച്ച് നന്നായിട്ട് നോക്കി. ഇവിടെ എപ്പോഴും ഈ മുളക്, വഴുതിരിങ്ങ, ഇതുണ്ടോ ഇഞ്ചി, ഇവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവരിവിടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കൂട്ടാ.
അങ്ങനെയാണ്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിറക്കാണ്. ഏത് കാലത്തും ഇവിടെ ഉണ്ടാവും വഴുതിരിങ്ങ, എന്തോ ചീര, എന്തോ മുരിങ്ങ, എന്തോ മുരിങ്ങക്കായ, വഴുതരിങ്ങ, എന്തോ ഇതിൽ വഴുതരിങ്ങയൊക്കെ പറിച്ചിരിക്കണത്. ഒരു വഴുതരിങ്ങ ഉണ്ട് കേട്ടോ. ഇതാ ഗൈസ്, വഴുതരിങ്ങ, മുളക്, ചീര, എന്തോ ചീര നിറയെ വിത്തിട്ട് വെച്ചിരിക്കുകയാണ്. പാകി ഗൈസ്, കത്രിക്ക. ഇതിൽ കത്രിക്കയൊക്കെ പറിക്കാണ്ടായിട്ടുണ്ടല്ലോ മാമ. വഴുതിരിങ്ങ ഗൈസ്, മാമാൻ്റെ മുളകും ചെടികൾ. മുട്ടക്കോസല്ലേ മാമ? ക്യാബേജ്. ഇതെങ്ങനെയാ മാമ, ചെടി വെച്ചതാ? വാഴ. ഇത് മാമ ചാവക്കാട്ടെന്ന് ഇവിടെ നിന്ന് എത്താ? ഇവിടെ നിന്ന് വാങ്ങിയതാ? നല്ല വിത്ത് കിട്ടും കൃഷിഭവനിന്ന്. ഇതില് കത്രിക്കയൊക്കെ പറിക്കാറായിരിക്കണു മാമ. അതിലൊക്കെ ഉണ്ട് പറിക്കാന്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് കത്രിക്ക ചെടി, ക്യാബേജ് ചെടിയൊക്കെ കണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ മാമാൻ്റെയും അമ്മായിൻ്റെയും കൃഷിയാണ് കേട്ടോ. അവർക്ക് വീട്ടിലുള്ളത് അവർ തന്നെ കൃഷി ചെയ്തെടുക്കും, പുറത്തൊന്നും വാങ്ങാറില്ല. അവർ രണ്ടുപേരേ ഉള്ളൂ വീട്ടിൽ. ബാക്കിയൊക്കെ മക്കളൊക്കെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. മോനൊരാൾ ഗൾഫിലാണ്. അപ്പോൾ ഗൈസ്, ഒരു ഇതും കൂടെ ഉണ്ടോ, ഒന്നും കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. ഒരു വാഴക്കൊലുണ്ട്, അതിൻ്റെ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ശരിപ്പെട്ടിട്ടില്ല. ഇതിനങ്ങോട്ട് പോവാ, കാണുന്നുണ്ടോ? അല്ലാ, നോനോ ചാടി. അല്ലാഹ്, ചേമ്പ്. ഇതെന്താ ഒരു കായ? ഇതാ വാഴക്കൊല. ഗൈസ്, വാഴക്കൊല കണ്ടല്ലോ, നേന്ത്രപ്പഴത്തിൻ്റെയാണ്, നേന്ത്രവാഴയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.